here comes I humbly invite our beloved Shamina Rahim to the stage for a beautiful recitation for our Holy Quran. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. Subhanallah. Thank you, Shamin. അടുത്തതായി ഈ പ്രോഗ്രാമിനെ സ്വാഗതം ചെയ്യുവാനും ഡിവൈൻ വുമൻസ് അക്കാഡമിയെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തുവാനും നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഡിവൈൻ വുമൻസ് ഒഫീഷ്യൽ ഇൻചാർജ് ഷമിന നസ്സാമാണ്. ഈ വർഷത്തെ ഡിവൈനിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം കരുത്തുറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രോങ് പേഴ്സണാണ് എൻ്റെ സുഹൃത്തു കൂടിയായ ഷമിന. ഒരു ലീഡർ എന്നുള്ളത് വെറും പദവിയല്ലെന്നും മറിച്ച് ഒരു ഉത്തരവാദിത്വവും സേവനവുമാണെന്നും നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന വ്യക്തിയാണ് ഷമിന. ഞാൻ ഷമിനയെ ഏറെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Let's welcome Shamina, the esteemed leader of our respected Divine family, to grace this program. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെല്ലാവരും ഡിവൈൻ ഖുർആൻ അക്കാഡമിയുടെ 14ാമത് വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു വനിതാ സംഗമത്തിലാണ് നമ്മളിവിടെ എല്ലാവരും സന്നിഹിതരായിട്ടിരിക്കുന്നത് അല്ലേ. ഈ ഒരു പ്രോഗ്രാമിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഡിവൈൻ്റെ വുമൻസ് വിങ്ങിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം. നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം തന്നെ ഒരു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകളുടെ ഉന്നമനം തന്നെ ലക്ഷ്യമിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡിവൈൻ്റെ വുമൻസ് വിങ്ങിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത് തന്നെ. ഈ ഓരോ നമ്മുടെ വുമൻസ് വിങ്ങിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ ഓരോരോ ഭാഗങ്ങളിലേക്കായിട്ട് നമ്മൾ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഒഫീഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. നമ്മളിവിടെ വർഷങ്ങളായിട്ട് ഖുർആൻ ക്ലാസ്സിൽ വന്ന് ഓരോ അറിവുകൾ നമ്മൾ സ്വായത്തമാക്കുന്നുണ്ട് ഇവിടുത്തെ പഠിതാക്കൾ അല്ലേ. നമുക്കറിയാം ആ അറിവുകൾ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് എങ്ങനെ പകർന്നു കൊടുക്കാമെന്നും അത് ഭയവും അല്ലെങ്കിൽ ഒരു സഭാകമ്പവും കൂടാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെ നമ്മുടെ ഈ ഡിവൈനിൽ ഒരു വുമൻസ് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ഈ വുമൻസ് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു നമ്മുടെ ഒരു സ്റ്റേജിനെ അഭിമുഖീകരിക്കേണ്ടത് അല്ലെ ഒരു ക്രൗഡിനെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നമുക്ക് ട്രെയിനിങ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അങ്ങനെയുള്ള നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം തന്നെ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഡിവൈൻ്റെ
പഠിതാക്കൾ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ ഫോക്കസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പഠിതാക്കൾ തന്നെയാണ്. നിങ്ങൾക്ക് അത് നേരിട്ട് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഏറ്റവും ഉദാഹരണമായിട്ട് കാണുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് കഴിഞ്ഞ വർഷം ഡിവൈൻ്റെ ആനുവൽ പ്രോഗ്രാമിന് നമ്മുടെ ഡിവൈനിൽ നിന്നുള്ള സഹോദരിമാർ സംസാരിക്കുന്നതാണ്. നമുക്കൊരിക്കലും ഒരു വെളിയിൽ നിന്നുള്ള ഒരു ഗസ്റ്റിനെ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ റിസോഴ്സ് പേഴ്സൺസ് തന്നെ, നമ്മുടെ കഴിവുറ്റ റിസോഴ്സ് പേഴ്സൺസ് നമ്മുടെ ഡിവൈനിൽ തന്നെ ഉണ്ട്. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെയുള്ള ഓരോ പഠിതാക്കളും അല്ലെങ്കിൽ ഓരോ വനിതകളും തന്നെ, ഒരു സ്ത്രീകളും തന്നെ, ഒരു ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ മുന്നിൽ ഒരു സഭാകമ്പവും കൂടാതെ വളരെ ധൈര്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും. ഒരു എന്താ പറയുക, നമ്മുടെ അറിവുകളെ അല്ലെങ്കിൽ നമ്മൾ സ്വാംശീകരിച്ച അറിവുകളൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തന്നെ ഒരു ഭയമോ ഒന്നും ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. നമുക്കതെല്ലാം നേരിട്ട് കാണാൻ കഴിയുന്നതാണ് ഈ വീഡിയോയിലൂടെ. അടുത്തതായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഡിവൈൻ്റെ വുമൺസ് വിങ്ങിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ആദ്യത്തെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് വുമൺസ് ലൈബ്രറി വിങ് ആണ്. നിലവിൽ വുമൺസ് ലൈബ്രറി വിങ്ങിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ളത് നസിയ സവാദാണ്. നസിയ സവാദിൻ്റെ നേതൃത്വത്തിൽ ഈ വുമൺസ് ലൈബ്രറി വിങ്ങിൽ ധാരാളം പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വായന എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് തന്നെ വായിക്കാനാണ് അല്ലേ. വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നതിന് വെച്ചിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു കാര്യം വെച്ച് നമുക്ക് എന്താ പറയുക, ഓരോ പ്രവർത്തനങ്ങളാണ് ഡിവൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ മാസവും ഓരോ പുസ്തകം വായിക്കുക എന്നുള്ളത് ഡിവൈനിൽ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടായിട്ട് നമുക്കൊരു കൂട്ടായ്മയുണ്ട്. ഗ്രന്ഥലോകം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ മാസത്തിലൊരു പുസ്തകം നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുക. അതിൽ മാസത്തെ ആദ്യത്തെ ആഴ്ച ഈ ഒരു ഗ്രൂപ്പിൽ, ഗ്രന്ഥലോകം ഗ്രൂപ്പിൽ ഇൻട്രൊഡക്ഷൻ റിവ്യൂ ഇടുകയും മാസത്തിൻ്റെ അവസാനമാവുമ്പോഴേക്കും ആ പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ ഫൈനൽ റിവ്യൂ ഇടുകയും ചെയ്യുക. അതിൽ നിന്ന് നമുക്കങ്ങനെ ചുമ്മാ ഇടുക മാത്രമല്ല, ഇതിൽ നിന്ന് നമ്മൾ ഒരു ബെസ്റ്റ് റിവ്യൂവറെ തിരഞ്ഞെടുക്കുകയും ആ റിവ്യൂവറിന് നമ്മൾ സമ്മാനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലും മനസ്സിലാവും. പ്രായഭേദമന്യേ നമുക്ക് ഈ ഒരു ഉദ്യമത്തിൽ ഈ ഒരു പിന്നെ നമ്മുടെ ഒരു യാത്രയിൽ അല്ലെങ്കിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്നതിന് ഒരു മടിയും ആർക്കും നമ്മുടെ ഡിവൈനിലുള്ള പഠിതാക്കൾക്ക് ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ റീഡിംഗ് ഡേ പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുന്നുണ്ട്. വുമൻസ് ലൈബ്രറി വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഡിവൈൻസ് റീഡിംഗ് ഡേ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രോഗ്രാമിൽ നമ്മുടെ ഡിവൈനിലുള്ള പഠിതാക്കൾ തന്നെ നടത്തിയ വേറിട്ടൊരു പ്രോഗ്രാമാണ് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അടുത്ത നമ്മുടെ വുമൺസ് വിങ്ങിൻ്റെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് വുമൺസ് പബ്ലിക് റിലേഷൻസ്. നിലവിൽ വുമൺസ് പബ്ലിക് റിലേഷൻ്റെ നിലവിലത്തെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് ഹാസിന നിയാസ് ആണ്. ഹാസിന നിയാസിൻ്റെ നേതൃത്വത്തിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള പദ്ധതികളാണ് നമ്മുടെ ഡിവൈൻ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യുകയും അത് അതോറിറ്റിയുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യും. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, നമ്മുടെ ഹാസിന നിയാസിൻ്റെ നേതൃത്വത്തിലാണ് അതെല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്.
അതിലെടുത്ത് പറയേണ്ട ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വുമൻസിൻ്റെ ജനാസ കെയർ, അതായത് സ്ത്രീകളുടെ മയ്യത്ത് പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീം നമ്മുടെ ഡിവൈനിൽ രൂപീകരിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റ് എന്ന രീതിയിൽ നമ്മുടെ മയ്യത്ത് പരിപാലനിക്കാനുള്ളൊരു സെൻറ്റർ, അതായത് എന്താ പറയുക, ഇവിടെ മലയോര മേഖലകളാണ്, അല്ലെങ്കിൽ ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെയുള്ള വീടുകളിലേക്കൊക്കെ മയ്യത്ത് കൊണ്ടുപോകാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള ഒരു സെൻറ്റർ അല്ലെങ്കിൽ ഒരു സൗകര്യം ഒരു സ്ഥലം ഉണ്ടാകുക എന്നുള്ളൊരു ഫ്യൂച്ചർ പ്രോജക്റ്റ് തന്നെ നിലവിലുണ്ട്. അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ ഡിവൈനിൽ നിന്ന് ഒരു ടീം സജ്ജമാക്കിയിട്ടുണ്ട്, ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള. നമ്മുടെ മുൻ ഇൻചാർജായിട്ടുള്ള മുഅ്മിന സക്കീറിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് പരിശീലനവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് PR ടീമിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു ഫാമിലി ഓറിയന്റേഷൻ പ്രോഗ്രാം തന്നെ. നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. അനന്തരാവകാശം വിഹിതം വെക്കുന്നത് ആലോചിച്ച് നോക്കുക. ഒരു ഫാമിലി ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് നടക്കുന്നത്. കൂടിയാണ് അനന്തരാവകാശത്തിന്റെ വിഷയം പലതുമായിട്ട് കണക്റ്റഡ് ആണ് എന്നതുകൂടി നമുക്ക് അക്കാദമിയുടെ പേരിൽ ഏറ്റവും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിവൈനെ കുറിച്ച് പറയാതെ ഒരു നന്ദി പ്രകാശനം മാത്രം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. ഒരു പ്രശസ്തയായ പ്രാസംഗിക റുക്സാന മാമിൻ്റെ, ജമാഅത്തെ ഇസ്ലാമിക് കൗൺസിലിൻ്റെ റുക്സാന മാമിൻ്റെ പ്രഭാഷണമായിരുന്നു നമ്മുടെ ഡിവൈൻ ക്യാമ്പസിൽ വെച്ച് നടന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് അറിയാം, ഖുറാനിലും ഹദീസിലൊക്കെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ നാളെ ലോകം അവസാനിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു മരം ഉണ്ടെങ്കിൽ അത് നടുക, നമ്മുടെ പ്രവാചക വചനം തന്നെ ശ്രദ്ധേയമാണ്. അപ്പം നമ്മുടെ പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൃഷി ഓഫീസിനാണ് അത് ഉദ്ഘാടനം ചെയ്യുകയും ആ ഒരു അടുത്തതായിട്ട് നമ്മുടെ ഡിവൈൻ PR ടീമിൻ്റെ കീഴിൽ പാരൻറ്റിങ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകയുണ്ടായി. അതായത് നമുക്കറിയാം നമ്മുടെ ഇവിടെയുള്ള പഠിതാക്കൾ എന്ന് പറയുന്നത് പല ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളുടെ മാതാപിതാക്കളാണ്. നമുക്കറിയാം അവർക്കെല്ലാം ഒരു ട്രെയിനിങ്ങിന് ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പാരൻറ്റിങ്ങിൻ്റെ അത്യാവശ്യത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ പാരൻ്റ് അത് വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരുമിച്ച് നമ്മുടെ ഡിവൈൻ ക്യാമ്പസിൽ തന്നെ പാരൻറ്റിങ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയതാണ്. അത് PR ടീമിൻ്റെ കീഴിലാണ് ഇവിടെ നടന്നത്. അതേപോലെ തന്നെ PR ടീമിൻ്റെ കീഴിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ, നമ്മുടെ പഠിതാക്കളുടെ ഇടയിൽ രാഷ്ട്രീയ ബോധവും ദേശീയ സ്നേഹവും വളർത്തിയെടുക്കാനായിട്ട് നമ്മളെല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേ നടത്താറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നമ്മുടെ ഡിവൈൻ വുമൻസ് വിങ്ങിൻ്റെ വുമൻസ് സക്കാത്ത് സെൽ എന്ന് പറയുന്നത്. നിലവിൽ ഇതിൻ്റെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് മുഅ്മിന സക്കീറാണ്. നമുക്കറിയാം ഇവിടെയുള്ള നമ്മുടെ പഠിതാക്കൾ നമ്മുടെ ഇവിടെയുള്ള സ്ത്രീകൾ ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഒക്കെ സ്വർണം കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. സ്വന്തമായിട്ട് ചിലപ്പോൾ ചിലർ വരുമാനമൊക്കെ ഉള്ളവരുണ്ടാവും.
പക്ഷേ ഇവർക്കൊന്നും സക്കാത്തിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ സക്കാത്ത് സെല്ലിൻ്റെ സഹായത്തോടുകൂടി ഇവർക്കൊക്കെ നമുക്കൊരു അവബോധം നൽകാനും അതുവഴി സക്കാത്ത് സമാഹരിച്ച തുക നമുക്ക് അർഹതപ്പെട്ടവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുവഴി സക്കാത്ത് നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത സക്കാത്തിൻ്റെ കണക്കാണിത്. അതുപോലെ ഈ വർഷത്തെ നമ്മൾ സക്കാത്തിൽ നമ്മൾ പണി കഴിപ്പിച്ചൊരു വീടാണ്. മാഷാ അല്ലാഹ്, ഈ ഒരു വീട് നമുക്ക് ഈ മാസം തന്നെ അതിൻ്റെ അർഹരായ ആ ഒരു ഉടമസ്ഥൻ നമുക്ക് കൈമാറാൻ ഈ മാസം തന്നെ സാധിക്കുന്നതാണ്. മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് വുമൻസ് ചാരിറ്റി വിങ്. നിലവിൽ ഇതിൻ്റെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് സലീന റഷീദാണ്. നമുക്കറിയാം ചാരിറ്റി ഡിവൈൻ്റെ കീഴിലുള്ള ഒരു ചാരിറ്റി വിങ് ആണ് ഇത്. ഇരു ചെവി അറിയാതെ ചിലപ്പോൾ വീട്ടുകാർ പോലും അറിയില്ല ഇത് ഇന്ന സ്ഥലത്തു നിന്നാണ് സാധനങ്ങൾ എത്തുന്നത്. ഓരോ മാസത്തെ ഭക്ഷണ കിറ്റ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആരും അറിയില്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിവൈനിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ഭക്ഷണ കിറ്റ് മൂലം ദാരിദ്ര്യം മാറുന്ന ഒരുപാട് വീടുകളുണ്ട്. പക്ഷെ ആ വീടുകൾ പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഇത് ഡിവൈനിൽ നിന്നാണ് ഈ ഒരു ഭക്ഷണ കിറ്റ് ഇവർക്ക് എത്തുന്നതെന്ന് തന്നെയുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകതയുള്ളത് എന്താണ് ഫിത്ർ സക്കാത്ത്. നമുക്ക് ഈ ഫിത്ർ സക്കാത്ത് കളക്ട് ചെയ്ത് എല്ലാവരുടെയും കളക്ട് ചെയ്ത് അർഹരായവരിലേക്ക് തന്നെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിവൈനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ചാരിറ്റി വിങ്ങിൻ്റെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈദ് പുടവ എന്ന് പറയുന്നത്. പെരുന്നാൾ ദിനം ഒരു കുഞ്ഞു പോലും ഒരു പുതിയ ഡ്രസ്സ് ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് നമ്മുടെ ഒരു നിയത്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ഈദ് പുടവ എന്നുള്ളൊരു നമ്മുടെ ഒരു പ്രവർത്തനം തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നടത്തി തരുന്നത്. അടുത്തതായിട്ടുള്ള നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വുമൻസ് അക്കാഡമിക് കൗൺസിൽ. പഠന പാഠ്യേതര പ്രവർത്തനങ്ങളൊക്കെ കീഴിൽ ഈ വുമൻസ് അക്കാഡമിക് കൗൺസിലിൻ്റെ കീഴിൽ നടത്തി വരുന്നുണ്ട്. നിലവിൽ ഇതിൻ്റെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് ജാസ്മിൻ സജീവാണ്. വളരെ കഴിവുറ്റ രീതിയിലാണ് വുമൻസ് അക്കാഡമിക് കൗൺസിൽ ജാസ്മിൻ സജീവ് കൊണ്ടുപോകുന്നത്. നമ്മുടെ പഠന കാര്യങ്ങളാണെങ്കിലും എല്ലാ നമ്മുടെ സ്റ്റുഡൻസിലെ പഠിതാക്കളുടെ സമയം അല്ലെ ക്ലാസ്സുകളുടെ ടൈമും അല്ലെങ്കിൽ സിലബസ് നമ്മുടെ പഠിതാക്കളുടെ സിലബസ് ഞാൻ ഒന്ന് പറയാം. എന്താണ് പഠിക്കുന്നത്? സീനിയർ ബാച്ച് 4 വർഷത്തിന് മേലെ ആയുള്ളവരാണ് സീനിയർ ബാച്ചിലേക്ക് ഉൾപ്പെടുന്നത്. അവർ പഠിക്കുന്നത് ഷഹാദയും ഹദീസുമാണ്. നമ്മുടെ ഡിവൈൻ പബ്ലിക്കേഷൻ തന്നെ പുറത്തിറക്കുന്ന ഹദീസിൻ്റെയും ഷഹാദയുടെയും പുസ്തകങ്ങളാണ് ഇവർ സീനിയർ ബാച്ചുകൾ പഠിക്കുന്നത്. സെക്കൻഡ് സീനിയർ ബാച്ച് എന്ന് പറഞ്ഞാൽ 3 വർഷം ആയവരാണ് സെക്കൻഡ് സീനിയർ ബാച്ചിലേക്ക് വരുന്നത്. അവർ പഠിക്കുന്നത് ഖുറാനും ആൻഡ് ഹദീസാണ്. രണ്ടാം വർഷം അവർ ചെയ്യുന്നത് ഖുറാൻ റെസിറ്റേഷനാണ്. പിന്നെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഖുറാൻ തജ്വീദിൻ്റെ ബേസിക് തൊട്ട് വളരെ ഡീപ്പായിട്ടാണ്, നമുക്കറിയാം, പഠിച്ചവർക്കൊക്കെ അറിയാം, ഡീപ്പായിട്ട് തന്നെയാണ് നമ്മുടെ തജ്വീദ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും. അതിൻ്റെ അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് നമുക്കറിയാം. ഇവിടെ ഈ പറഞ്ഞ സിലബസ് പ്രകാരം അല്ല, റെഗുലർ ക്ലാസ്സുകളല്ലാതെ നമ്മൾ മാസത്തിൽ ഒരു ക്ലാസ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖുർആനും ഫിലോസഫിയും സൈക്കോളജിയും സയൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ സയൻസും ഒക്കെ എങ്ങനെ ബന്ധപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസ്സുകളാണ് നമുക്ക് മാസത്തിൽ ഒരു ദിവസം നടത്തുന്ന ഈ ഓറിയൻറ്റേഷൻ ക്ലാസ്സിലൂടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു പാഠ്യേതര പ്രവർത്തനങ്ങളെന്ന്. അതിൻ്റെ കൂടെയുള്ള നമ്മുടെ ഒരു 1 ഡേ ക്യാമ്പാണ് നമ്മുടെ ഡിവൈൻ ക്യാമ്പസിൽ സംഘടിപ്പിച്ച 1 ഡേ ക്യാമ്പാണിത്. നമുക്കറിയാം ഇത് എത്രമാത്രം എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്നും നമ്മുടെയൊക്കെ ഒരു റിലീഫ്, ഒരു മാനസികമായിട്ടുള്ള റിലീഫിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു അത്. നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനായിക്കോട്ടെ, നമ്മുടെ നമ്മൾ 4 വർഷക്കാരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് അതിൻ്റെ കൂടെ ആ ഒരു സന്തോഷവും ഒക്കെയുള്ള ഒരു 1 ഡേ ക്യാമ്പായിട്ടാണ് നമ്മളിത് നടത്തുന്നത്. അടുത്തതായി ഡിവൈൻ ഒഫീഷ്യൽസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്, എന്നാൽ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. ഡിവൈൻ ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോൾ ഡിവൈനിൽ 2 വർഷം പൂർത്തീകരിച്ചവരാണ് ഡിവൈൻ ഒഫീഷ്യൽസിലേക്ക് മാറുന്നത്.
ഈ ഡിവൈൻ ഒഫീഷ്യൽസിൽ തന്നെ നമുക്ക് എല്ലാ ശനിയാഴ്ചകളും ഞാൻ പറഞ്ഞു നമ്മുടെ അറിവുകൾ മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കാനും ആ ഒരു ഭയം കൂടാതെ എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്നുള്ള രീതിയിലേക്ക് നമുക്കൊരു ട്രെയിനിങ് നൽകുകയാണ് ചെയ്യുന്നത്. അതിന് എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചകളിലും നമ്മുടെ പഠിതാക്കൾ ഒഫീഷ്യലിലുള്ള പഠിതാക്കൾ എല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം നൽകുന്നുണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. ഇന്ന് ഇവിടെ സംസാരിക്കുന്ന നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഡിവൈൻ ക്യാമ്പസിൽ തന്നെയുള്ള 3 പഠിതാക്കളാണ് ഇന്ന് നിങ്ങളോട് ഇവിടെ നിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ആ 3 പഠിതാക്കളും തന്നെ ഈ ശനിയാഴ്ച കിട്ടിയ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് തന്നെയാണ് ഇത്രയും അവർ എഫിഷ്യൻ്റായ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ഡിബേറ്റ്. നമ്മൾ എന്താ പറയുക, നമ്മുടെ ബുദ്ധി വികാസത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ കറക്റ്റ് സമയത്തിന് പ്രയോഗിക്കുക എന്നുള്ള ആ ഒരു ട്രെയിനിങ് നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ഡിബേറ്റിലൂടെയാണ്. ഈ ഡിബേറ്റ് എല്ലാ മാസവും നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ സമാധാനപരമായ രീതിയിൽ 2 ടീമുകൾ തമ്മിൽ സംവദിക്കുന്ന ഒരു രീതിയാണ്. അത് തികച്ചും സമാധാനമായിട്ട് എങ്ങനെ നമ്മുടെ ആശയങ്ങളെ എങ്ങനെ കൈമാറാമെന്നും അവിടെ എങ്ങനെ വിജയിക്കാമെന്നും ഒക്കെ നമുക്ക് ഡിബേറ്റിലൂടെ ആ ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വുമൻസ് മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ പറഞ്ഞു, നമ്മളിവിടെ വന്ന് ഖുർആൻ ക്ലാസ്സിലൂടെ വന്ന് സ്വായത്തമാക്കുന്ന ഈ ഒരു അറിവുകൾ എങ്ങനെ ഒരു മറ്റുള്ളവരെ മുന്നിലേക്ക് എത്തിക്കാമെന്നുള്ളൊരു ദഅവത്ത് കൂടിയാണ് നമ്മുടെ ഈ വുമൻസ് മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അതായത് പല രീതിയിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് ഇവിടെയുള്ള പഠിതാക്കൾ കൈകാര്യം ചെയ്യുകയും അതെല്ലാം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ടീം ചെയ്യുന്നത്. അതായത് 19-ാം നൂറ്റാണ്ടിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളാണ് ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ബിൻത് ഖുസൈമ. ആയിഷ ബീവി തികഞ്ഞ പണ്ഡിതയായിരുന്നു. 9 പ്രവാചകൻ വിവാഹം കഴിച്ചതാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ലഹരി ഉപയോഗിക്കുമ്പോഴാകട്ടെ ഇത് തുടക്കത്തിൽ നമുക്ക് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കൽ അത് എങ്ങനെ താല നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ. എനിക്ക് എന്ത് കിട്ടി എന്നതിനേക്കാൾ നദിയിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനാ നിർഭരമായ കുറേ വചനം, അവന്റെ പാപമോചനമാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള താവായ അള്ളാഹുവിനോടുള്ള പ്രഥമ ബാധ്യതയാണ് അവനെ മാത്രം ആരാധിക്കുക. അതായത് അള്ളാഹുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത. നിർജീവാവസ്ഥ എന്നതുകൊണ്ടുള്ള വിവക്ഷ മരണപ്പെട്ട ആളുകൾ നമ്മളെല്ലാം ഈ ഒരു 14-ാമത്തെ നമ്മുടെ ഡിവൈൻ അക്കാഡമിയുടെ 14-ാമത്തെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു വനിതാ സംഗമം തന്നെ സംഘടിപ്പിച്ചത്. അതിന് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ നന്ദി പറയുകയാണ്. മാത്രമല്ല നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഫാത്തിമ അൻസറിനെയും അതേപോലെ ഞാൻ ഫാത്തിമ അൻസറിനെ ഞാൻ ഇവിടെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയായിട്ടും ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല നമ്മുടെ പ്രോഗ്രാമിന് ആശംസ അർപ്പിക്കുന്നതിനായിട്ട് ഇവിടെ എത്തുകയും എന്താ പറയുക, ഇവിടെ പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ആളായിട്ടല്ല, ഞാൻ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ആളായിട്ട് തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പ് തരികയും ചെയ്ത നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ ഷാജിദ വെളിയത്തിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കീ പോയിൻ്റ് എന്ന് തന്നെ പറയാനായിട്ട് നമ്മുടെ 3 വ്യക്തിത്വങ്ങളാണ്. നമ്മുടെ ഡിവൈൻ ക്യാമ്പിൻ്റെ തന്നെ 3 വ്യക്തിത്വങ്ങളെ ജാസ്മിൻ സജീവ്, ഹസിന നിയാസ് ആൻഡ് ആമിന താഹായെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് വളരെ നല്ല അനുഭവങ്ങളല്ലേ, നല്ല ഒരു പ്രഭാഷണം തന്നെ കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുക. കാരണം ഓരോ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷവും ചെറിയൊരു ചോദ്യോത്തരവേള ഉണ്ടാവും, അല്ല ഒരു ക്വിസ് പ്രോഗ്രാം ഉണ്ടാവും. അപ്പം അതിൽ സമ്മാനങ്ങളും ഉണ്ട്. അപ്പോൾ മാക്സിമം സമ്മാനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും, എല്ലാ ആളുകളെയും, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന എല്ലാ ആളുകളെയും ഓരോരുത്തരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം ഈ ഒരു കൂട്ടായ്മയെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ജസാഖല്ല. താങ്ക് യു ഷമിന. എല്ലാവർക്കും ഡിവൈൻ ഖുറാൻ അക്കാഡമി എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഐഡിയയും എല്ലാവർക്കും ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഇത്രയും വലിയ ഒരു അറിവ് നമുക്ക് പകർന്നു നൽകിയ നമ്മുടെ ദ റെസ്പെക്റ്റഡ് പേഴ്സൺ ഷെമിന നിസാമിന് എൻ്റെയും ഇവിടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വൺസ് അഗെയിൻ ഐ താങ്ക് യു ഷെമിന ഫോർ ഗിവിങ് എ ക്ലിയർ ആൻഡ് എക്സൈറ്റ് സ്പീച്ച്.